ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈക്കിൻ്റെ റിന്യൂവലുമായി ബന്ധപ്പെട്ടുള്ള പെയിൻറ്റിങ് വർക്ക് മൊത്തം കഴിഞ്ഞു. വണ്ടിയുടെ പാർട്സുകളൊക്കെ മൊത്തം ഞാനിവിടെ മൊത്തമായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാം പെയിൻ്റ് അടിച്ച് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പെയിൻ്റ് അടിച്ചെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി പെയിൻറ്റൊക്കെ ഏതൊക്കെ വിധത്തിലാണ് വരുന്നത്? പാഷൻ പ്ലസ് ആണ് വണ്ടി, ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് 2007, 2008 ആ മോഡലിൽ, ആ വർഷത്തെ പാഷൻ പ്ലസ് ആണ് വണ്ടി. അപ്പോൾ വണ്ടിയുടെ വണ്ടിയുടെ RC ബുക്കിൽ കളറ് ബ്ലാക്കാണ്. അപ്പോൾ ബ്ലാക്ക് തന്നെയാണ്, നമ്മൾ കളർ അങ്ങനെ അത്ര ചേഞ്ച് ആക്കിയിട്ടൊന്നുമില്ല. ബ്ലാക്ക് വേണ്ട ഫുൾ മാക്സിമം ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ക്രോം വരുന്ന ഭാഗത്തൊക്കെ ചെറിയ സിൽവർ, അവിടെ ചെറിയ ക്രോം പെയിൻറ്റ് അത്ര അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് അവിടെ ആ ഭാഗത്ത് സിൽവർ അടിച്ചിട്ടുണ്ട്. ഏകദേശം സൈലൻസർ ചെറിയ റസ്റ്റൊക്കെ വരുന്ന ഭാഗത്ത് സിൽവർ അടിച്ചിട്ടുണ്ട്. ബാക്കി ക്രോം നല്ല ഉള്ളത് സ്ഥലത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ക്രോം അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്, അത് ഒഴിവാക്കിയിട്ടില്ല. ക്രോം അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. ബാക്കി മൊത്തം ഞാൻ ഫുള്ളായിട്ടും കാണിച്ചു തരാം എന്തൊക്കെ പെയിൻ്റ് അടിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യണം, മൊത്തം ഫിറ്റിങ്സും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച പോലെ നമ്മൾ മൊത്തം അഴിച്ച് ഫുള്ള് ക്ലീനാക്കി, റസ്റ്റൊക്കെ ഫുള്ള് ക്ലീനാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ മൊത്തം പെയിൻ്റ് അടിച്ച എല്ലാ സെറ്റപ്പും മൊത്തം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ നമ്മുടെ വണ്ടിയുടെ മൊത്തത്തിൽ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ പാർട്സുകളും വൺ ബൈ ആയിട്ട് എല്ലാ പാർട്സുകളും വൺ ബൈ ആയിട്ട് നമ്മളെന്ത് ഫുള്ള് പെയിൻ്റ് അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഇത് കാണിച്ചു തരാം. അത് തന്നെ ചേസ് മൊത്തത്തിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് പൊടിയൊക്കെ പാറി പിടിച്ചിട്ടുണ്ട്. ഇവിടെ വർക്കിന് ശേഷം പൊടിയൊക്കെ പാറി പിടിച്ചതാണ്. അപ്പോൾ കുഴപ്പമില്ല, നമുക്കെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വിട്ടാൽ മതി. അപ്പോൾ പെയിൻറ്റ് ചേസാണ് നമ്മൾ ഈ കാണുന്നതാ. ചേസ് ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ചേസ് ഫുള്ളായിട്ട് ബ്ലാക്കാണ് വരുന്നത്. അപ്പോൾ ഈ ചേസ് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ചേസ് നമ്പർ വരും. ഇവിടെ ചേസ് നമ്പർ വരുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ടാപ്പ് എന്തെങ്കിലും ഒട്ടിച്ചിട്ട്, അല്ല മാസ്കിൻ ടാപ്പ് ഒട്ടിച്ചിട്ട് ആ ഭാഗം കുറച്ചൊന്ന് മറച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഫുള്ള് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് കാണാൻ സാധ്യതയില്ല. ആ മാർക്കിങ്, ആ നമ്പർ വരുന്ന ഇതിൽ പെയിൻ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നമ്പർ കറക്റ്റായിട്ട് കാണില്ല. അപ്പോൾ റിന്യൂവൽ സമയത്തൊക്കെ അവിടുന്ന് RTOൻ്റെ ചെക്കപ്പിൽ ചേസ് നമ്പറാണ് മെയിനായിട്ട് ചോദിക്കുക. ചേസ് നമ്പറും അതുപോലെ എൻജിൻ നമ്പർ അവിടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചേസ് നമ്പർ എന്തായാലും കാണണം. അപ്പോൾ ഇതാക്കുന്ന വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യും, മാസ്കിൻ ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം അത് മറച്ച് കഴിഞ്ഞ് ബാക്കി മൊത്തം പെയിൻ്റ് അടിക്കാം ബ്ലാക്ക്. അപ്പോൾ ഇനി ചേസ് കഴിഞ്ഞ് ഇനി അടുത്ത് വരുന്നത് ടാങ്കാണ്. ടാങ്ക് വണ്ടിയുടെ കളർ തന്നെ മുമ്പത്തെ ഇതിൽ കളറൊക്കെ വരുന്നത് പോലെ ബ്ലാക്ക്. ഇത്രയും ഭാഗം ബ്ലാക്കും ബാക്കി സൈഡ് പോർഷൻ ബാക്കിലേക്ക് വരുന്ന ഭാഗത്ത് സിൽവറാണ് വരുന്നത് കേട്ടോ. ഇത്രയും ഭാഗം സിൽവർ വരുന്നുണ്ട്. ബാക്കി ഇവിടെ ഹീറോ ഹോണ്ട എന്നുള്ള സ്റ്റിക്കർ വരുന്നുണ്ട്. ഇവിടെ പറഞ്ഞാൽ സ്റ്റിക്കറുണ്ട്. സ്റ്റിക്കറൊക്കെ നമ്മൾ റെഡിയാണ്. സ്റ്റിക്കർ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റിക്കറൊക്കെ അവിടെ ഉണ്ട്. ഇനിയുള്ളത് ആ ഷോക്കാണ് വരുന്നത്. ഷോക്ക് അബ്സോർവർ. ഇത് റിയറിലെ ഷോക്കാണ്. ബാക്ക് സൈഡ് വരുന്ന ഷോക്കിൽ ഇതിൽ മെയിനായിട്ട് വരുന്ന കളർ ഈ ഒരു സ്പ്രിങ് വരുന്നത് ശരിക്കും ക്രോമാണ്. അപ്പോൾ ക്രോമിൽ ചെറിയ റസ്റ്റൊക്കെ പിടിച്ചാണ് ഞാനതിൽ ബ്ലാക്ക് ഇത് കൊടുത്ത്. ബാക്കി ഈ ഭാഗത്ത് സിൽവർ, അത് ഓൾറെഡി സിൽവർ വരുന്നുണ്ട്. ടോപ്പും ബോട്ടം സൈഡും ഇത് സിൽവറാണ് വരുന്നത്. അതിൻ്റെ താഴ്ഭാഗത്തുള്ള ക്രോം ഞാനൊന്നും ചെയ്തില്ല. അപ്പോൾ കുറച്ചൊന്ന് ക്ലീൻ ചെയ്തപ്പോൾ നല്ല ഇത് കിട്ടി, അധികം റെസ്റ്റൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഷോക്കിൻ്റെ 2 ഷോക്കും അങ്ങനെയാണ്, റിയറിലെ 2 ഷോക്കും അങ്ങനെ. അപ്പോൾ ഫ്രണ്ട് ഷോക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ താഴെ ഭാഗം സിൽവർ, അതിൻ്റെ അടിഭാഗത്ത് സിൽവർ വരും. ബാക്കി പിന്നെ ആ ഷോക്കിൻ്റെ ട്യൂബ് ഓൾറെഡി പ്രസ്സായിട്ട് ഉള്ളിലേക്ക് പോകുന്ന ഇതായതുകൊണ്ട് പ്രത്യേകിച്ച് തുരുമ്പൊന്നും പിടിച്ചിട്ടില്ല. ബാക്കി അതിൻ്റെ ബൂട്ടൊക്കെ അങ്ങനെ ഉണ്ട്. ബൂട്ടൊക്കെ ബ്ലാക്ക് കളർ, അത് പെയിൻ്റൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ബ്ലാക്കാണ്. നമ്മളെ വണ്ടിയുടെ ഒറിജിനൽ സാധനം തന്നെയാണ്. ഹീറോ ഹോണ്ടയുടെ ആ പഴയ എംബ്ലം കേട്ടോ. 2 ഷോക്ക്, ഫ്രണ്ട് 2 ഷോക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി വരുന്നത് സൈലൻസർ. അതുപോലെ സൈലൻസർ ഓൾറെഡി ക്രോം വരുന്ന കാരണം ചെറിയ റസ്റ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മൊത്തത്തിൽ അങ്ങ് സിൽവർ അടിച്ച്, ഈ പെയിൻറ്റ് എത്ര കാലം നിൽക്കുമെന്ന് അറിയില്ല, സൈലൻസറിൻ്റെ കാര്യമായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സിൽവർ അടിച്ച്. ഇനി അടുത്തത് ഗ്രാബ് റെയിൽ. റിയറിൽ നമ്മൾ സീറ്റിൻ്റെ പുറകിൽ വരുന്ന ഗ്രാബ് റെയിലാണ്. ഗ്രാബ് റെയിൽ ഓൾറെഡി സിൽവർ കളറായതുകൊണ്ട് സിൽവർ അടിച്ച്. അതുപോലെ സൈലൻസറിൻ്റെ വരുന്ന ജസ്റ്റ് ഒരു കവറാണ്. ഈ ഒരു കവർ അടിഭാഗത്ത് പെയിൻ്റ് അടിച്ചില്ല. ഇപ്പോൾ എന്തായാലും പുറമേ ഒരു സിൽവർ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ക്രാക്ക് ഉണ്ട്, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം. പിന്നെ വരുന്ന ക്ലച്ച് പെടൽ പിന്നെ വരുന്നത് ഇത് ഗിയർ ലിവർ ക്രോമാണ്. അപ്പോൾ ചെറിയ റസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൊത്തം ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് ഒരു സിൽവർ കളർ അടിച്ചു കൊടുത്ത്. അതുപോലെ ബ്രേക്ക് പെഡൽ കാലിൽ വരുന്ന ബ്രേക്ക് പെഡലാണിത്.
അപ്പോൾ അതൊക്കെ. പിന്നെ സൈലൻസറിന് വേറൊരു ഭാഗം ചെറിയൊരു ഫിനിഷർ ഇത് വേണ്ട, പെയിൻ്റൊന്നും അടിച്ചില്ല. ആ ക്രോമിൻ്റെ കളർ അങ്ങനെ ഉണ്ട്, അതുകൊണ്ട് അത് പെയിൻ്റ് അടിച്ചില്ല. ജസ്റ്റ് മണ്ണ് മാത്രമല്ല, അതൊന്ന് തുടച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആയിക്കിടും. ഇനി മെയിനായിട്ട് വരുന്ന ഭാഗങ്ങളിൽ ഒന്ന് സിൽവർ വരുന്നത് ഇതാ എൻജിൻ്റെ ക്രാങ്ക് കേസ് വരുന്ന ഭാഗം ഉണ്ടാകും. ക്രാങ്ക് കേസ് വരുന്ന ഗിയർ ബോക്സ് ക്രാങ്ക് കേസ് മൊത്തത്തിൽ വരുന്ന ഭാഗം സിൽവറാണ്. ഇപ്പോൾ സെൻറ്റർ ഭാഗം സിലിണ്ടർ ബ്ലോക്ക് വരുന്നത് ബ്ലാക്ക് കളർ, അത് വേറെ സെപ്പറേറ്റഡ്. അതുപോലെ ഹെഡ് സിൽവർ. ഈ മൂന്നും പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനാദ്യം സിൽവർ മൊത്തം അടിച്ചതിന് ശേഷം ഇതിൽ ബ്ലാക്ക് അടിച്ചാണ്. ബ്ലാക്ക് ബ്രഷ് കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ സ്പ്രേ പെയിൻറ്റിൽ ചെയ്യുന്ന സമയത്ത് ചെറിയ ഇവിടെയൊക്കെ പാറി പിടിക്കുന്നതുകൊണ്ട് ബ്രഷ് വെച്ച് ചെയ്തതാണ്. ഓൾറെഡി മാറ്റ് ബ്ലാക്ക് കളറാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പുറകെ ഞാൻ വീണ്ടും എല്ലാം ഇത് രണ്ടും സിൽവർ അടിച്ചതിന് ശേഷം ഇവിടെ ബ്ലാക്ക് അടിച്ച്. ഇനി വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ സിങ്ങാമൊക്കെ ഓൾറെഡി ബ്ലാക്കാണ്. സിങ്ങാം, അതുപോലെ സെൻറ്റർ സ്റ്റാൻഡ്, പിന്നെ സൈഡിൽ വരുന്ന ഓരോ ആം. ഇത് വരുന്നത് നമ്മൾ ഡാഷ്ബോർഡിൽ ഇതുവരെ പിടിപ്പിക്കുന്നത്. ഡാഷ്ബോർഡ് വയറിങ് മൊത്തത്തിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഡാഷ്ബോർഡ് മീൻസ് മീറ്റർ വരുന്ന ഭാഗമാണ്. മീറ്റർ വരുന്നത് ബ്ലാക്ക്. അതുപോലെ ക്രാഷ് ഗാർഡ് നമ്മൾ ഫ്രണ്ടിൽ 2 ഹാൻഡിലാണ്. ഒന്ന് ക്ലച്ച് ഹാൻഡിലും അതുപോലെ ബ്രേക്ക് ഹാൻഡിലുമാണത്. ഈ 2 ഹാൻഡിലും ബ്ലാക്ക് തന്നെയാണ്. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ സാരി ഗാർഡ്, നമ്മുടെ വണ്ടിയുടെ സാരി ഗാർഡ്. അപ്പോൾ ഇത് ക്രോമായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ചെറിയ റെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഒക്കെ ആയിട്ട് റെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇത് പിന്നെ മഡ് ഗാർഡിൻ്റെ ഉള്ളിൽ വരുന്ന ഫ്രണ്ട് മഡ് ഗാർഡിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സപ്പോർട്ടാണ്. ഇത് സൈഡിൽ വരുന്ന സൈലൻസറിൻ്റെ ഒരു സപ്പോർട്ട്. അടുത്തത് റിയറിലെ മഡ് ഗാർഡ് മൊത്തത്തിലായിട്ട് ഉൾഭാഗത്ത്, ഇത് വണ്ടിയുടെ ഉൾഭാഗത്തായിട്ട് പോകും. വീലാർച്ചിൻ്റെ ഉൾഭാഗത്ത് പോകുന്നത് ഇത് ബ്ലാക്കാണ്. അപ്പോൾ മൊത്തത്തിൽ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന അടിഭാഗം ബാക്ക് സൈഡ് വരുന്നത് ഇവിടെ കുറച്ച് മാറ്റ് ബ്ലാക്കാണ് കൊടുത്തത്. കണ്ടോ, ശരിക്കും മനസ്സിലാവും. കുറച്ച് പൊടി പിടിച്ചാൽ അത്ര മനസ്സിലാവുന്നില്ലല്ലേ? ഓക്കെ, വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടോ, ഈ ഭാഗത്ത് കുറച്ച് മാറ്റ് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ വണ്ടിയുടെ ഒറിജിനൽ കളർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത്രയും ഭാഗത്ത് ബ്ലാക്കും അതിന് ശേഷം താഴെ കുറച്ച് മാറ്റ് ബ്ലാക്കാണ്. ഇനി ഇവിടുന്ന് നമ്മൾ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാ ഫ്രണ്ടിലത്തെ ഇത് വൈസർ ഉണ്ടാവും. വൈസർ നല്ല കളർ ബ്ലാക്കാണ്. അതുപോലെ ഇതിൻ്റെ വൈസറിൻ്റെ സൈഡിൽ ഇവിടെ ഇങ്ങനെ സ്റ്റിക്കർ വരുന്നുണ്ട്. ഹീറോയുടെ ഒരു നീല കയറിയിട്ടുള്ള സ്റ്റിക്കർ വരും. സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണ ഇതിന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ അടുത്ത പാർട്സ് എന്ന് പറഞ്ഞാൽ മിററിൻ്റെ ഫ്രണ്ടിൽ ഗ്ലാസ്സിൽ മറ്റേ സ്റ്റിക്കർ മാസ്കിൻ ടൈപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതാണ് അത്രയും കറക്റ്റായിട്ട് ക്ലിയർ ആകുന്നത്. അതൊക്കെ ഇനി പറിച്ചെടുക്കണം. അതുപോലെ താഴെ ബോൾട്ട് ചെയ്യണ അതിൻ്റെ ത്രെഡിലെ ഭാഗത്ത് പെയിൻ്റ് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാസ്കിൻ ടൈപ്പൊക്കെ ചുറ്റിയിട്ടുണ്ട്. 2 മിററും അതുപോലെ തന്നെ. പിന്നെ സൈലൻസറിൻ്റെ മുകളിൽ വരുന്ന ഒരു ഫിനിഷറാണിത്. കണ്ടോ, സൈലൻസറിൻ്റെ മുകളിൽ ഇങ്ങനെ വരും. സൈലൻസറിൻ്റെ മുകളിൽ ഞാൻ കാണിച്ചു തരാം. സൈലൻസറിൻ്റെ മുകളിൽ ഇങ്ങനെ വരുന്ന ഒരു സാധനമാണ്. കണ്ടോ, സൈലൻസറിൻ്റെ മുകളിൽ വരുന്ന ബ്ലാക്ക് ആ ഫിനിഷർ, അതൊക്കെ നമുക്ക് പിടിപ്പിക്കാം. ബാക്കി പാർട്സും കൂടി ഞാൻ കാണിച്ചു തരാം. സൈലൻസറിൻ്റെ മുകളിൽ വരുന്നത് ഇതിന് റിയറിൽ സീറ്റിൻ്റെ ബാക്ക് സൈഡായിട്ട് ഇങ്ങനെ വരുന്നത് ഈ പൊസിഷനിലായിട്ട് വരുന്ന ഒരു പാർട്സാണ് ഇത്. കണ്ടോ, സൈഡ് ബോഡി കവറാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ വീഡിയോ കാണുന്നവർ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സൈഡിൽ വരുന്ന കവർ ഇതിവിടെ നമ്മൾ ബാറ്ററി എയർ ഫിൽറ്റർ കേസൊക്കെ വരുന്ന ഈ ഭാഗത്ത് വരുന്നത്. എയർ ഫിൽറ്റർ അല്ലെങ്കിൽ ബാറ്ററി സൈഡ് അല്ലെങ്കിൽ അപ്പർ സൈഡ് വരുമ്പോൾ എയർ ഫിൽറ്റർ ആ വരുന്ന ഭാഗത്തുള്ള ഭാഗമാണ്. അത് രണ്ടും ഓക്കെ ആയിട്ടുണ്ട്. സീറ്റൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ്. സീറ്റ് കവർ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. സീറ്റ് കവർ ഇടാണ്ട്. അതുപോലെ വീല് നല്ല കണ്ടീഷനിലുള്ള ടയറൊക്കെയാണ്. കണ്ടോ, നല്ല ത്രെഡുള്ള ടയറാണ്. വീലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് വീൽ ടയർ നല്ല ത്രെഡുള്ള ടയറാണ്. ഇതൊന്ന് സെൻറ്റർ വീലിൻ്റെ ഇത് ഭാഗം മുമ്പ് ഞാൻ ബ്ലാക്ക് അടിച്ചുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ബ്ലാക്ക് കളറാണ്. അത് സിൽവർ ആയിരുന്നു വരുന്നത്. അപ്പോൾ സിൽവർ ആ സമയത്ത് ചെറിയൊരു ഇത് ഉള്ളതുകൊണ്ട് ഞാൻ ബ്ലാക്ക് അടിച്ച്. പിന്നെ നമ്മുടെ പഴയ ടാങ്കാണിത്. കണ്ടോ, പഴയ ടാങ്ക് ചെറിയ ക്രാക്ക് ഉണ്ട്. ഇവിടെ സൈഡൊക്കെ ചെറിയ ഹോളിലാണ്. നമ്മൾ ടാങ്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. വേറൊരു പുതിയ സെക്കൻഡ് ഹാൻഡ് ടാങ്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് ഇതുപോലെയാണ് സ്റ്റിക്കർ വരിക. കണ്ടോ, ടാങ്കിന് സ്റ്റിക്കർ വരിക. ഞാൻ നേരത്തെ അടിച്ച പെയിൻറ്റ് ഇത് ഈ ഒരു ഷേപ്പിൽ കൂടി ഇങ്ങനെ പോകും. ഹീറോ ഹോണ്ട എന്നുള്ള സ്റ്റിക്കർ ഉണ്ട്. ഈ പൊസിഷനിലാണ് വരുന്നത്. ബാക്കി നമ്മളിതിൻ്റെ നെട്ടും ബോൾട്ട് കാര്യങ്ങളൊക്കെയാണ്. വയറിങ് നെട്ടും ബോൾട്ട് അതൊക്കെ ഈ വണ്ടിയുടെ ഉള്ളിലുണ്ട്. ഈ ബോക്സിൻ്റെ അകത്തുണ്ട് നെട്ടും ബോൾട്ട്. വയറിങ് ഉണ്ട്. വയറിങ്, മീറ്റർ, ഹെഡ്ലൈറ്റ്, ടൈൽ ലാമ്പ് അല്ലാണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ബാക്കി പാർട്സുകളൊക്കെ മൊത്തമായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഏകദേശമൊക്കെ എല്ലാം കാണിച്ചെന്ന് വിചാരിക്കുന്നു. ഒരു സാധനം എൻജിൻ്റെ സൈഡ് കവർ, എൻജിൻ്റെ ഈ ഭാഗത്ത് വരുന്ന സൈഡ് കവർ. കണ്ട,
ഫ്ലൈ വീൽ സൈഡ് ഇങ്ങനെ വരും. ഈ ഒരു പൊസിഷനിൽ എന്താ പറയുക ചെയിൻ കവർ, ഇതിൻ്റെ പുറകിലായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയിൻ കവർ വരും, ഇവിടെ ഫ്ലൈ വീൽ ഉണ്ടാവും. ഈ പൊസിഷനിൽ സാധനമാണ്. അപ്പോൾ അതൊക്കെ സിൽവർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ എന്തായാലും അപ്പോൾ ഇനി മൊത്തത്തിൽ അപ്പോൾ വണ്ടിയുടെ പാർട്സുകൾ മൊത്തം ഞാൻ ഇപ്പോൾ ഏകദേശം എല്ലാം കാണിച്ചു തന്നു. ചെയ്സും എല്ലാം മൊത്തത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ മൊത്തം പിടിപ്പിക്കലാണ്, മൊത്തം റീഫിറ്റ് ചെയ്യലാണ്. റീഫിറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ റീഫിറ്റ് ചെയ്യുന്ന വീഡിയോ കൂടി നമുക്ക് കാണാം. ഓരോന്ന് പറയുമ്പോൾ 1 by 1 ഞാൻ പിടിപ്പിക്കണത് ടൈമിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യാം ഇത് ചെയ്ത് തരാം, വിശദീകരിച്ച് തരാം. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇപ്പോൾ ആരുമില്ല. വർക്ക്ഷോപ്പിലിപ്പോൾ വർക്കിംഗ് സൺഡേ ആണ്. സൺഡേ ആ സമയത്താണ് ഞാൻ ഇതിന് ടൈം കണ്ടെത്തിയത്. ബാക്കി ഡ്യൂട്ടി ടൈമിൽ നിങ്ങൾക്കറിയാം നമുക്ക് ഭയങ്കര തിരക്കാണ്. ഞാൻ ഇപ്പോൾ വേറൊരു ഇത് കാണിച്ചു തരാം. ഈ വണ്ടി നമ്മളൊരു സബ്സ്ക്രൈബറാണ് കണ്ടോ. ഈ വണ്ടി നമ്മളൊരു സബ്സ്ക്രൈബറാണ്. ഇവിടെ നിന്ന് കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്ത് നിന്ന് വരുന്ന വണ്ടിയാണ്. i20 ആണ് വണ്ടി. കണ്ടോ i20 ആണ്. സ്റ്റിയറിംഗ് റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് i20. അപ്പോൾ അത് വർക്ക് ഏകദേശം കഴിഞ്ഞ്, സ്റ്റിയറിംഗ് റാക്കിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ കസ്റ്റമർ എന്തായാലും അടുത്ത ദിവസം അടുത്ത വർക്കുണ്ട്, തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ എന്തായാലും എടുത്ത് കാണിക്കാത്ത മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് i20. ആ വീഡിയോയുടെ കണ്ടിട്ട് ആ വീഡിയോ തലേന്ന് രാത്രി കണ്ടിട്ട് ശേഷം പിറ്റേന്ന് വൈകിട്ടാണ് കസ്റ്റമർ ഇവിടെ വന്നത്. വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ വന്നു. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞ ദിവസം ചെയ്ത് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഞാൻ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ പറ്റിയൊരു ഡീറ്റെയിൽ ആയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. വർക്ക്ഷോപ്പിലെ ടൂൾസും കാര്യങ്ങളും അതുപോലെ വർക്ക്ഷോപ്പിൻ്റെ ഫെസിലിറ്റീസൊക്കെ നമ്മൾ പെയിൻറ്റ് ഞാൻ ഒരു വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നതായിരിക്കും. നമ്മളെ മെക്കാനിക്സിനെയും ബാക്കി സ്റ്റാഫിനെയൊക്കെ വെച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.